ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ? നമ്മുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. വലിയ സുഖവും കാര്യങ്ങളൊന്നും ഇല്ല. മൊത്തത്തിൽ ഒരു ദുരിത സമയം എന്ന് പറയില്ലേ, ആ ദുരിത സമയത്തിൽ കൂടെയാണ് ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. എന്താ ചെയ്യണ്ടേ, എങ്ങനെയാണ് ചെയ്യണ്ടേ, എപ്പോഴാണ് ചെയ്യണ്ടേ, എനിക്ക് ഒരു ധാരണയില്ല. എങ്ങനെ ഇതൊക്കെ കൊണ്ടുപോകണമെന്നോ അങ്ങനത്തെ ഒരുപാട് ടെൻഷനുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സമയത്ത്. ഞാൻ വർത്താനം പറയുന്നതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കുക. കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്ക് ചിലപ്പോൾ ഇത് മനസ്സിലാവുണ്ടാവില്ല. കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് പല്ലുവേദനയായിരുന്നു. ഇപ്പോഴും പല്ലുവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദനയുണ്ട്. റൂട്ട് കനാൽ ചെയ്യാൻ പറഞ്ഞു. റൂട്ട് കനാൽ സ്റ്റാർട്ട് ചെയ്തു. റൂട്ട് കനാൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ പല്ലിൻ്റെ ഉള്ളിലേക്കാണെന്ന്, അതായത് ഉള്ളിലേക്ക് വേരിൻ്റെ അവിടെ എന്തോ പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട്. അത് ഇൻഫെക്ഷൻ എന്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ റൂട്ട് കനാൽ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര പെയിനായിരുന്നു. അപ്പോൾ 2 പ്രാവശ്യം 2 ടേമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു പ്രാവശ്യത്തെ കഴിഞ്ഞുള്ളൂ. സംഭവം എന്ന് പറഞ്ഞാൽ ഭയങ്കര വേദനയായിരുന്നു എനിക്ക് റൂട്ട് കനാൽ ചെയ്യുമ്പോൾ. ഡോക്ടർ തന്നെ പറയായിരുന്നു, ചില പേഷ്യൻസിന് മാത്രമേ അങ്ങനെ ഉണ്ടാവുള്ളൂ, ചിലവർക്ക് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന്. ചിലവർ കയ്യും കാലൊക്കെ ഇട്ട് അടിക്കായിരുന്നു, കരയിച്ചിലും ബഹളം. എനിക്കാണെങ്കിൽ വേദന സഹിച്ചിട്ട് ഞാൻ ആലോചിക്കായിരുന്നു, അബ്രുവിനെ പ്രസവിക്കുന്നതിൽ പോലും എനിക്ക് ഇത്ര വേദന എടുത്തില്ല. പക്ഷെ ഈ പല്ലിൻ്റെ ഉടുക്കി അവർ റൂട്ട് കനാൽ ചെയ്യുമ്പോൾ ഇങ്ങനെ തുറന്ന് ഇങ്ങനെ ചെയ്യുമ്പോഴേ അതിൻ്റെ അറ്റത്തേക്ക് എത്തുമ്പോൾ ഭയങ്കര വേദനയായിരുന്നു. അതുകൊണ്ട് തന്നെ പല്ല് ഫുള്ളായിട്ട് ചെയ്യാത്ത കാരണം ഇവിടെ പൊട്ടിയേക്കാണ്. അങ്ങനെ പൊട്ടിയേക്കണ എനിക്ക് ഇവിടെ ഫുഡ് കഴിക്കാനാണെങ്കിലും വർത്താനം പറയുമ്പോഴാണെങ്കിലും നാക്കിൻ്റെ ഇവിടെ ഇങ്ങനെ കൊള്ളണോ ആ പല്ലിൻ്റെത്. അപ്പം അങ്ങനെ വേദന എടുക്കുന്നുണ്ട്. ആ ഒരു പ്രശ്നം വരുന്നുണ്ട്. പിന്നെ ഒരു ടെമ്പററി പേസ്റ്റ് വെച്ചിട്ട് അവർ കുറച്ച് പകുതി ചെയ്തിട്ട് ടെമ്പററി പേസ്റ്റ് വെച്ച് അവർ ഇപ്പോൾ അടച്ചേക്കണം. അതാണ് അത്രയാണ് ചെയ്ത് വെച്ചേക്കണത്. ഇനി ഒരു നെക്സ്റ്റ് ഒരു ടേം കൂടി ഉണ്ട്, റൂട്ട് കനാൽ ചെയ്ത് ക്യാപ്പ് ഇട്ടാൽ ആ പല്ല് ശരിയാവുള്ളൂ. എൻ്റെ ദൈവം, അക്രമ വേദനവും അക്രമ പണി ചെയ്യുന്ന ഞാൻ സത്യത്തിൽ പറയാം. പിള്ളേരിണെങ്കിൽ എൻ്റെ മേത്തുനിന്ന് ഇറങ്ങില്ല. എനിക്കിണെങ്കിൽ എൻ്റെ തലയിലും ഇവിടെ ഇങ്ങനെ ഇവർ കളിക്കുന്നതാണ് സംഭവം സത്യത്തിൽ കളിക്കുന്നതാണ്. മുടി പിടിച്ച് വലിക്കാന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തല വേദനെടുക്കാണ്. ആൻറ്റിബയോട്ടിക് ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ പാരസെറ്റാമോൾ കഴിക്കുന്നുണ്ട്. കാരണം വേദന വന്നു കഴിഞ്ഞാൽ പാരസെറ്റാമോൾ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം വേദനയുടെ പ്രശ്നമില്ല, ഈ നാക്ക് ഇങ്ങനെ ഇതാവണ കാരണം ഈ സംസാരിക്കുമ്പോ ഈ പ്രശ്നം വന്നിട്ടാ. എന്നിട്ട് കുടിക്കണേ കുടിക്കണേന്ന് പറയടാ. അബുലിന് കൊടുത്താ? അയ്യ, അബുലിന് ഇഷ്ടായില്ല തുപ്പണ. അത് എന്നിട്ടാന്ന് പറയ്, എന്നിട്ടാന്ന് പറയാൻ. ഇപ്പൊ മിണ്ടില്ലേട്ടവൻ. തേങ്ങ വെള്ളാന്ന് പറഞ്ഞേ. ആ തേങ്ങ വെള്ളം. ജയ് 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 ജയ്. എവിടെ ഇരിക്കണേ? എവിടെയാ? ആ അപ്പൊ അവര് തല്ലണാ? അപ്പൊ അവന് തല്ലാൻ പോണ്ടവൻ കുമ്പൻ പോണ്. ആ ഇന്നമ്മ കഴിഞ്ഞു. എന്റെ കുടിച്ചാ? എന്റെ മേത്ത് ഡ്രസ് തുടക്കല്ലേ? ആ അവന് തുടക്കണ്. അബ്രു തൊക്കണ്. അബ്രു ഡ്രസ് പോക്കണ. നീ കാണിക്കണോലെ. ആ ചേട്ടൻ കുറുമ്പ ചേട്ടൻ. ആ അടി ഇട്ടനെ വാ. അടി അങ്ങനെ കൊടുക്കണ അടി. ആർക്ക വടി ചേട്ടന്റെ വടി വെട്ടിച്ച് അമ്മക്ക് അടി കൊടുത്തു അല്ലേ? ആര്? ആ നല്ലതിനാ. 1 2 3 4. നന്ന് എവിടേക്ക് പോണ? എവിടേക്ക് നീ പോണേ? അപ്പാപ്പ എവിടെ നിക്കണേ? ഇടുവാ നടന്നോ? എങ്ങനെ പോണേ? അതല്ല എങ്ങനെ പോണേ? ആര് നടന്നാ പോണേ? നടന്നോ? ചെപ്പ് എടുക്കാൻ പാപ്പ പറഞ്ഞേ. ചെരുപ്പ് വേണ്ട, വണ്ടി നടന്നു പോവാന്ന് പാപ്പൻ പറഞ്ഞേ. നന്ന് പോണ്ടേ? ചെരുപ്പ് എടുക്കണ്. എങ്ങടെ പോണേ? എന്തിനാ പോണേ? എന്തിനാ പോണേന്ന് പറയ്. അപ്പാപ്പൻ്റെ കൂടെ എന്തിനാ പോണേ?
കൊക്കരക്കോ വാങ്ങാൻ പോവാ. അങ്ങനെ ഇടുന്നത് ശരിയല്ല, അത് എടുക്ക്. അമ്മ അവിടെ വെച്ചിട്ട് ഇട്ടേരാ. ഇവിടെ ഇരിക്കി, ചെരുപ്പിടാവാ. ഇവിടെ ഇരിക്കി. എങ്ങനെ ചെരുപ്പിടാ? എങ്ങനെ എങ്ങനെ ഇട്ടാ? ഈ കാലിങ്ങനെ വെക്ക, എന്നിട്ട് ഇതങ്ങനെ ഇടാ. ഈ ചെരുപ്പിടാ കുറച്ച് സമയം കൂടാതോ. ഒരെണ്ണം മതിയാ? ആ, രണ്ടെണ്ണം കൂടി എടുത്തോ. എത്ര കോയിന് വാങ്ങിക്കണ്ടേ? 3 എണ്ണത്തിന് വാങ്ങിക്കണ്ട? ഒരെണ്ണത്തിന് അതിന് മറക്കാനാ? ആ, പിടിച്ചു. ചേട്ടൻ നീ ഓടി. ഗേറ്റ് തുറക്കാൻ നിനക്ക് പറ്റില്ല, അത് പൂട്ടിയിട്ടേക്ക മോനെ കുട്ടാ. ഗേറ്റ് തുറക്കാനാണ് അവൻ ആദ്യം പോണത്. അതെന്തിട്ട് കൊണ്ടിട്ടേ? അത് അപ്പാപ്പനോട് ചോദിക്കാ. അപ്പാപ്പനല്ലേ കൊണ്ടിട്ടേ? എന്നിട്ടാന്ന് ചോദിക്കി. ആ, എന്നിട്ടാന്ന് അപ്പാപ്പനോട് ചോദിക്കി. എന്നിട്ട് കൊണ്ടിട്ട് ആ തുടങ്ങി. അബ്രുവിന് തുടങ്ങി. അബ്രു ചാടി തുടങ്ങിടാ. ആ ആ ആ ആ അബ്രു ചാടി തുടങ്ങിടാ. അപ്പാപ്പ വണ്ടിക്കട്ടെ. പന്ത് കൊച്ചിന്റെ പന്തടിയിലുണ്ടെന്ന് വണ്ടിയുടെ. ദേ കണ്ട. ആ, അവിടെ കൊണ്ടുവച്ച് ഒളിപ്പിച്ച് ആരും കാണണ്ടേ? കുറുമ്പരാതെ കൊണ്ടുവച്ചതാ. നിക്ക് 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 നിക്ക്. അപ്പൊ തിരിക്കട്ടെ. തൊപ്പി വേണാ? വേണാ? കൊച്ചിന് ഹെൽമെറ്റ് വേണാ? ഹെൽമെറ്റ് വേണാ? അബ്രുവിന്റെ അപ്പാപ്പൻ വണ്ടി എടുത്ത് കഴിഞ്ഞപ്പോ തുടങ്ങും ചാട്ടം. അതേ കണ്ട, ഊർന്ന് ഇഴുകി പോണ്. അവിടെ നിക്ക്, വണ്ടി നിക്കട്ടെ. ശരിയാക്കി വെക്കിയത് നേരെ കണ്ണ് കാണില്ലേ? കൂർന്നിങ്ങട് വരാൻ ഞാള് വില്ലനല്ലോടത്. പോണ്. ബൈ ബൈ ചേട്ടതേ പോണ്ട. ചേട്ടൻ സന്തോഷായി. നമുക്കിതിന്റെ കറിയാതാ. കറി ചോറിന് കറി നല്ല അരിച്ചിൽ പയറും കായും. ഞാൻ ചോറ് എടുത്തിട്ട് അരിച്ചിൽ പയറും കായും കുത്തിപ്പൊടി മുളക് ഇട്ടിട്ട് കാച്ചിയതുണ്ട്. പിന്നെ ഉണക്കമീൻ വറുത്തുണ്ട് കേട്ടോ. അച്ചാറ് ഞാൻ എടുക്കണില്ല, കാരണം അച്ചാറ് ഞാൻ കൂടുതൽ തിന്നണമെന്ന് പറഞ്ഞ അമ്മച്ചി എന്നെ ചീത്ത പറയണത്. അമ്മച്ചിക്ക് പ്രഷറുണ്ട്, നിനക്ക് പ്രഷർ വരാനുള്ള സാധ്യത കൂടുതലുള്ളത് കൊണ്ട് തന്നെ അച്ചാർ തീറ്റ മോള് വേഗം കുറച്ചോ, അല്ലെങ്കിൽ മോൾക്കും പ്രഷർ വരും, ഒന്നും തിന്നാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പേടിപ്പിച്ചോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അമ്മ ഇന്ന് ഞാൻ അച്ചാർ എടുത്തിട്ടില്ല. അടിയെന്ന് കിട്ടണം അതിനെ. കുറുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ മേക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരു രക്ഷയില്ല. വയ്യാണ്ടാവാ തന്നെ. കിട്ടിയാ അതിന് കോയിനെ? എത്രണ്ണം കിട്ടി? എവിടേക്ക് എവിടെ കോഴി ബബ? എവിടെ എവിടെ എവിടെ? അവിടേക്ക് കൊണ്ടുപോയാ? അവിടെ അതേടാ കോഴി. കണ്ണു തുറന്ന് നോക്കണ്ടല്ലോ അമ്മേ. അത് പേടിച്ചോയാ? ഇനി കോഴി സൗണ്ട് ഉണ്ടാക്കണ്ട. ഇനി വേണം കോഴി. എനിക്ക് അടി വേണോടാ. ഇവിടെ ഇങ്ങനെ ബ്രോയിലർ കോഴി ഇങ്ങനെ ജീവനുള്ളത് വാങ്ങിക്കാറ്, എന്നിട്ട് ഇവിടെ പപ്പറക്കി ചെയ്യാറ്. അതാണ് ജീവനുള്ളത്. അതിനെ നോക്കിക്ക. നീ ഇവിടെ നിന്ന് കണ്ടതല്ലേ? അതിന് അവിടെ പോയി നിക്കണേ? ആ വെള്ളത്തിൽ കളിക്കല്ലേ? ഇവിടെ വന്നേ, ഇവിടെ വാടാതെ വായോ. എന്നിട്ട് നീ എപ്പ വരാന്ന്? കോയിനെ മുറുക്കിട്ട് വരാന്നാ? വീട്ടിലാണെങ്കിൽ ഇവിടെ അമ്മിച്ചിക്കാണെങ്കിലോ അമ്മിച്ചിയുടെ അവസ്ഥ ഭയങ്കര ദയനീയമായിരിക്കുമായിരുന്നു. നമ്മുടെ വീട്ടിൽ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു, അതിന്റെ ക്ലീനിങ് പരിപാടികളുണ്ടായിരുന്നു. മുകളിലത്തെ നില ഫുള്ള് ഞാൻ ക്ലീൻ ചെയ്തു, താഴത്തെ പരിപാടിയൊക്കെ അമ്മിച്ച് ചെയ്തു. എന്നാലും ഒരു വീട് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, സംഭവം ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അതിന് മുൻപ് തന്നെ അമ്മച്ചിക്ക് കാലുവേദന തുടങ്ങിയിട്ടുണ്ട്. കാലുവേദന എന്ന് പറഞ്ഞാൽ അറ്റത്തുനിന്നല്ല, കാലിന്റെ പാത വേദന എടുക്കണേന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു നേരം യുവമാർ എടുത്തില്ലേ, യുവമാർ കളിക്കുക എന്ന് പറയുമ്പോൾ അമ്മച്ചി കൂടെ കളിക്കാനും ചെല്ലും. ഇപ്പം കാലിന്റെ പാദം വേദന എടുക്കുന്നുണ്ട്. ഞാൻ ആലോചിക്കരുത് ഞാൻ എന്താ ചെയ്യുക? എനിക്കാണെങ്കിൽ വയ്യ, അമ്മച്ചിക്കാണെങ്കിൽ വയ്യ, ചേട്ടാ എനിക്ക് നാട്ടിലില്ല, പിന്നെ ഉള്ളത് അപ്പച്ചന് എന്തിട്ട് ചെയ്യാൻ പറ്റുക?
എന്തൊക്കെ ഇപ്പൊ നമ്മള് വേദന സഹിച്ചു കഴിഞ്ഞാലും ഇവരെ നോക്കാണ്ട് നമുക്ക് പറ്റില്ല. ഇവൻ ആദ്യത്തെ ഇപ്പൊ ഭയങ്കര വാശി, ഞാൻ കുളിക്കാൻ പോയ വരെ വാശിയാ. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ഹോസ്പിറ്റലിൽ 2 ദിവസം പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവൻ കുറച്ച് നേരം എന്നെ കാണാണ്ടിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ ഇവിടുന്ന് പോവെന്നുള്ള പേടിയോണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ കുളിക്കാൻ പോയി കഴിഞ്ഞാൽ തന്നെ അമ്മ കുളിക്കാൻ പോയി എന്ന് പറഞ്ഞ കരച്ചിലും ബഹളം അങ്ങനെ വാശി പിടിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ കൂടെ അമ്മച്ചിയുടെ കാലുവേദന കൊണ്ട് പിന്നെ അപ്പച്ചത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അപ്പച്ചൻ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്നാലും അമ്മച്ചി വേദന ഉണ്ടെങ്കിലും എൻ്റെ പോലെ തന്നെ അമ്മച്ചിയും ആ വേദന വെച്ചുകൊണ്ട് തന്നെ നടക്കുകയാണ്. ഞാനും വേദന ഉണ്ടെങ്കിൽ വേദനയുടെ ഒരു സൈഡിലേക്ക് വിട്ടിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. വേദന എടുത്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അക്രമ വേദനയൊക്കെ ഉണ്ട്. ചില സമയത്ത് ഞാൻ ഒന്നും പറയില്ല. ചില സമയത്ത് അപ്പച്ചൻ എന്നോട് ചോദിക്കും, എന്താ മോളുടെ മുഖം മാറിയിരിക്കണേ, എന്തിട്ട് പറ്റിയേ, എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ ഇങ്ങനെ ഇരുന്ന് മുഖം. സംഭവം എനിക്ക് വേദന എടുത്തിട്ടാണ് എൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കണേ. എനിക്കത് പറയാൻ പറ്റും. പറഞ്ഞു കഴിഞ്ഞാലും അപ്പച്ചനതൊരു ഇതാവും. എനിക്കാണെങ്കിൽ റെസ്റ്റും കിട്ടണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാം എനിക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞാണ് ഇപ്പം നടക്കണത്. അമ്മച്ചും അങ്ങനെയാണ് നടക്കണത്. ഇപ്പം കാടുറ്റിക്ക് പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലോ, കാടുറ്റിക്കും പോകാൻ പറ്റുമോ? കാടുറ്റിക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ അമ്മച്ചിക്ക് വയ്യ. അമ്മച്ചിക്ക് ആണെങ്കിൽ കാലുവേദന. ഒരു വേദനകൾ 2 അമ്മമാർക്കും ഒരു അമ്മയ്ക്ക് കാലിൻ്റെ മുട്ടിൻ്റെ അവിടെ തുടങ്ങി വേദന, ഒരു അമ്മയ്ക്ക് പാദത്തിൻ്റെ അവിടെ വേദന. എൻ്റെ ദൈവം, എൻ്റെ ഒരു ഇത് വരുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് വരുന്ന പറയില്ല. ഒരു കൂട്ടത്തോടെ ആക്രമണമാണ് ഇപ്പോൾ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇല്ല നമ്മുടെ മക്കളെ എന്നെ കൊണ്ട് പറ്റണ പോലെ എനിക്ക് വിഷമവും വേദനകളുണ്ടെങ്കിലും ഞാൻ അങ്ങനെ നോക്കി കൊണ്ടുപോവാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക, ഇതൊക്കെ ഒന്ന് പെട്ടെന്ന് മാറാം. റൂട്ട് കനാൽ ചെയ്ത് ക്യാപ്പിട്ടാൽ മാറുമെന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ എൻ്റെ പരിപാടി അത് കഴിയുമ്പോഴേക്കും ഏകദേശം ഇതാവും. പിന്നെ അമ്മച്ചിയുടെ വേദനയാണ്, അതിന് എന്താവും എന്നുള്ളൊരു പേടിയുണ്ട്. ഈ സമയത്ത് ചേട്ടായി ഉണ്ടായിരുന്നെങ്കിൽ ഒരു ആശ്വാസമായിരുന്നു. സത്യത്തിൽ ആശ്വാസം തന്നെയായിരുന്നു. പക്ഷെ ഇവിടെ അമ്മച്ചിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് പോവായിരുന്നു. ഇപ്പം അമ്മച്ചിക്കും കാലുവേദന അങ്ങനെ നടക്കാൻ പറ്റുമ്പോഴേക്കും നമ്മുടെ പാദത്തിൻ്റെ അവിടെ വേദന വരാണ്. അതെന്തുകൊണ്ട് പാദത്തിൻ്റെ അവിടെ വേദന വന്നതെന്ന് എനിക്കറിയില്ല. പാദത്തിൻ്റെ അവിടെയാണ് അമ്മച്ചിക്ക് വേദന. നടക്കുമ്പോൾ ഒക്കെ വേദന എടുക്കേണ്ടത്, നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കുറേ നേരം കിടക്കും. ഇവന്മാരാണെങ്കിൽ കിടത്തില്ല. കിടക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും അമ്മാമ്മ കിടക്കുമ്പോഴേക്കും ഇവർ 2 പേരും കൂടി അങ്ങോട്ട് ചെല്ലും. പിന്നെ അമ്മാമ്മയ്ക്ക് കിടക്കാൻ പറ്റില്ല. അതിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇവിടുത്തെ അമ്മാമ്മയ്ക്ക് ആണെങ്കിൽ അവിടുത്തെ അമ്മാമ്മയുടെ അടുത്തേക്ക് ഞാൻ പിന്നെ പോയിട്ടില്ല. അവിടുത്തെ അമ്മാമ്മയുടെ സ്ഥിതി ഇതിനപ്പുറമാണ്. അവിടേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നടന്ന അതിന് പിറ്റേ ദിവസം ഞാൻ ആശുപത്രിയിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കേണ്ടി വരും. അപ്പോൾ എന്തിനാ ഇതിന് പോകണം, എനിക്ക് പറ്റണ പോലെ നിന്നെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചപ്പോൾ ചേട്ടായി ഇപ്പം എന്തായാലും ഇവിടെ ഇല്ലാത്തതിൻ്റെ ഒരു സങ്കടം ശരിക്കും ആ കുറവ് ഞാൻ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ പിള്ളേരുടെ കാര്യങ്ങൾ എനിക്കൊന്നും നോക്കേണ്ടി വരില്ല. എനിക്ക് റെസ്റ്റ് എടുക്കാമായിരുന്നു. എനിക്കാണെങ്കിൽ ഒരു തലവേദന എടുക്കുമ്പോഴേക്കും ഞാൻ തലവേദന എടുക്കാമെന്ന് പറയുമ്പോൾ ആളെൻ്റെ അടുത്ത് പറയും നീ കുറച്ച് റെസ്റ്റ് എടുത്തു എന്ന് പറഞ്ഞ് പിള്ളേരെ കൊണ്ട് പോവാ ചെയ്യാറ്. ഇതിപ്പോൾ ഒരു നിവൃത്തിയില്ല. ഏട്ടാ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആൾക്കൊരു സമാധാനം ഉണ്ടായിരുന്നേ. ഇതിപ്പോൾ ആൾക്കൊരു സമാധാനം ഇല്ല എന്നുള്ളതാണ് സത്യം. അവിടെ ഇരുന്ന് അത് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ആലോചിച്ച്. നമുക്ക് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുമോ, ഞാൻ പറയടിക്കും മോന് കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാനുള്ള എല്ലാവരും അനുഭവിക്കുന്നു. സത്യത്തിൽ അങ്ങനെയല്ല കേട്ടോ. ആളവിടെ ഒറ്റയ്ക്കാകുമ്പോൾ ആൾക്കുണ്ടാവുന്ന വിഷമം നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴേ അതിൻ്റെ വേദനയും ബുദ്ധിമുട്ടൊക്കെ അറിയുള്ളൂ. അപ്പം അമ്മച്ചിക്ക് വയ്യെങ്കിൽ അമ്മച്ചിക്ക് എൻ്റെ കാര്യം ഇവിടുത്തെ കാര്യം ആലോചിക്കുമ്പോൾ അമ്മച്ചിക്ക് അവിടെ ഇരുന്നിട്ടൊരു സമാധാനം ഇല്ല കേട്ടാ. ഇപ്പം കാലുവേദന എടുക്കുന്ന ആളെന്നോട് പറയാം ഞാൻ നാളെ അങ്ങോട്ട് വരാം, ഞാൻ അപ്പച്ചനും കൊണ്ട് വരാം. അപ്പം ഞാൻ പറഞ്ഞു മോൾ അവിടെ നിൽക്ക്, മോൾക്ക് ഒന്നാമത് കാലുവേദനയാണ്. ആ കാലുവേദന വെച്ച് വണ്ടിയിൽ നിന്ന് ഇത്ര ദൂരം വന്ന് പിന്നെ അല്ലെങ്കിൽ ബസ്സിൽ കയറിയൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കാലുവേദന കൂടും. പിന്നെ അമ്മച്ചി ആശുപത്രി പോണ്ടി വരും. എനിക്കിപ്പോൾ ഇത്ര വലിയ മേജർ പ്രശ്നങ്ങളൊന്നുമില്ല, ഞാൻ അതൊക്കെ മാനേജ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ സമാധാനിപ്പിക്കണേ. അതിന് ഒരു സമാധാനം ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു സമാധാനം ഇല്ല. എന്നാൽ നീ അങ്ങോട്ട് വായോ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചെന്നിട്ട് എന്നിട്ട് ചെയ്യാനാ. അമ്മച്ചിക്ക് വയ്യാണ്ടായി കഴിഞ്ഞ് പിന്നെ അക്രമം. എനിക്ക് അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് പേടിയാണ്. അതുകൊണ്ട് വീട്ടിലേക്ക് പോകാനും പറ്റുന്നില്ല. എന്തായാലും ഞാൻ പോകണില്ല റിസ്ക് എടുത്തിപ്പോൾ. ഒക്കെ മാറിയിട്ട് എല്ലാം സെറ്റായിട്ടേ വീട്ടിലേക്ക് പോകണുള്ളൂ. പിന്നെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാണ്ട് കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.